ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദേ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. ഇന്ന് ശ്രീമദ് ഭാഗവതം 4ാം സ്കന്ധത്തിലെ 16ാം അധ്യായം 11ാമത്തെ ശ്ലോകം മുതൽ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയ ജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാപദസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. പറഞ്ഞാല് ചതുർത്ഥസ്കന്ധം 16ാം അധ്യായം ശ്ലോകം 11. സ്തുതി പാഠകന്മാർ മുനിമാരുടെ നിർദ്ദേശമനുസരിച്ച് പൃഥുവിനെ സ്തുതിക്കുന്ന സ്തുതിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പൃഥുവിന്റെ ശരീരത്തിൽ ലോകപാലന്മാരുടെയും സൂര്യചന്ദ്രന്മാരുടെയും ഒക്കെ തേജസ് സമഗ്രമായി സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു എന്ന് വർണ്ണിച്ചു കൊണ്ടുവരുന്നതാണ് സ്തുതി നമ്മൾ തൽക്കാലം നിർത്തിയത്. 11ാമത്തെ ശ്ലോകം. ദുരാസദോ ദുർവിഷഃ ആസന്നോപി വിദൂരവത് നൈവ അഭിഭവിതും ശക്യോ വേനാരണ്യുത്ഥിതോനലാം. ദുരാസദോ ദുർവിഷഃ. ദുരാസദം പ്രാപിക്കാൻ കഴിയാത്തത്, വിഷമമുള്ളത്, എത്തിപ്പെടാൻ വിഷമമുള്ളത്, അതിക്രമിച്ചു പോകാത്തത്. ദുർവിഷഃ സഹിക്കാൻ വിഷമമുള്ളത്, അതിക്രമിക്കാൻ കഴിയാത്തതും സഹിക്കാൻ വിഷമമുള്ളതുമായ. ദുർവിഷഃ ആസന്ന അപി അടുത്താണെങ്കിലും വിദൂരവത് ദൂരെയുള്ളതുപോലെ തോന്നി. ആസന്നോപി വിദൂരവത് അടുത്താണെങ്കിലും ദൂരെയുള്ളതിനെ പോലെ തോന്നിക്കുന്നതും. ഏവ അഭിഭവിതും നൈവാഭിഭവിതും അഭിഭവിതും പരാജയപ്പെടുത്തുന്നതിനെ ഏവ അഭിഭവിതും അഭിഭവിതും പരാജയപ്പെടുത്തുവാൻ ഏവ ശക്യ കഴിയില്ല. അഭിഭവിതും നൈവ ശക്യോ പരാജയപ്പെടുത്തുവാൻ കഴിയാത്തതും. വേന അരണി ഉദ്ധിതോ അനല വേനാരണ്യുദ്ധിതോനല. വേനന്റെ അരണിയിൽ നിന്നും ഉദ്ധിതമായ ഉയർന്നു വന്ന അനലഹ അഗ്നി. വേനനെ കടഞ്ഞപ്പോൾ അതിൽ നിന്നും, വേനനെ ഭസ്മാക്കി മാറ്റില്ല ഋഷിമാർ, അപ്പോൾ ആ കൈകൾ കടഞ്ഞപ്പോൾ അതിൽ നിന്നുമാണ് പൃഥു ഉണ്ടായത്. അപ്പൊ വേനനെ കടയാൻ വേണ്ടിയുള്ള അരണിയിൽ നിന്നും, അരണിക്കമ്പിൽ നിന്നും ഉദ്ധിതമായ ഉണ്ടായി വന്ന ഒരഗ്നി സദൃശനാണ് ഈ രാജാവ് പൃഥു. അപ്പൊ ഈ പൃഥു അഗ്നിയെ പോലെയാണ്. ലോകപാലന്മാരിൽ ഒരാള് അഗ്നിയാണ്. അഗ്നിയുടെ തേജസ് ആരിലുണ്ട്? പൃഥുവിലുണ്ട്. അതെങ്ങനെ വന്നു എന്നാണെങ്കിൽ, വേനന്റെ ശരീരം കടഞ്ഞപ്പോൾ ഉപയോഗിച്ച അരണിക്കമ്പുകളിൽ നിന്നും പുറത്തേക്ക് വന്ന അഗ്നി പോലെയാണ് ഇദ്ദേഹത്തിന്റെ തേജസ്. ആ അഗ്നിക്ക് എന്താണ്? അഗ്നിയുടെ വിശേഷണങ്ങൾ, അതിനെ അതിക്രമിച്ച് കത്തിക്കാളുന്ന അഗ്നിയുടെ അപ്പുറത്തേക്ക് ചാടിപ്പോകാൻ പറ്റില്ല, ദൂരെ നിന്ന് കാണാനേ പറ്റുള്ളൂ. സഹിക്കാനും പറ്റില്ല അതിന്റെ ചൂട്.
അതേപോലെ അടുത്താണെങ്കിലും ദൂരെ നിൽക്കുന്നവർ തോന്നിക്കും. തൊട്ടടുത്തായിരിക്കും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. ദൂരെ അത് കാണാം, നല്ല ഭംഗി, പക്ഷെ അകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എത്താൻ പറ്റത്തില്ല. ഇത്രയും വിശേഷങ്ങൾ അഗ്നിക്ക് കൊടുത്തിട്ട് ഈ അഗ്നിയെ പോലാണ് രാജാവ്. രാജാവിനെ ഒരാൾക്കും അതിക്രമിച്ച് അപ്പുറത്ത് കിടക്കാൻ പറ്റില്ല. അത് രാജഭരണത്തിന് ഏറ്റവും വലിയൊരു കഴിവാണ്. ഒറ്റൊരാളും തനിക്ക് അപ്പുറത്തേക്ക് പോവാൻ, തന്റെ താഴെ ആയിരിക്കണം, കീഴിലായിരിക്കണം എല്ലാവരെയും. എങ്കിലേ രാജാവിന് രാജ്യം ഭരിക്കാൻ പറ്റുള്ളൂ. കുറെ പേര് രാജാവിന്റെ മുകളിലായി കഴിഞ്ഞാൽ പറ്റില്ല. അപ്പം അതിക്രമിക്കാൻ പറ്റില്ല രാജാവിനെ ആർക്കും. ഇനി എന്താണ്, സഹിക്കാൻ അവിടെ കഴിയാത്തവനാണ്. രാജാവിന്റെ ഏതു തരം പ്രവൃത്തികളും സഹിക്കാൻ പറ്റാത്തവരാ ആൾക്കാർ ധാരാളം ആ പ്രകൃതിയിലുണ്ടാകും. പക്ഷെ അവരെ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്നവനായിരിക്കണം രാജാവ്. ദുരൂഷകനായിരിക്കണം. ഇനി പ്രജകൾക്കെല്ലാം തന്റെ അടുക്കൽ വരാം, ആരും കയറി വന്നോളാൻ പറയും. പക്ഷേ തന്നെ ഒന്ന് സ്പർശിക്കാൻ, തന്റെ അകത്ത് കിടക്കാൻ ആർക്കും അനുവാദം ഉണ്ടാവില്ല. അഗ്നി അങ്ങനെയാണ്. അഗ്നിയെ ചുറ്റും നിന്ന് കാണാം, അകത്തോട്ട് കിടക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് പൃഥു. ഇത്രയും യോഗ്യത പൃഥുവിനുണ്ട്, അതുകൊണ്ട് അഗ്നി സദൃശനാണ് എന്ന് പൃഥുവിനെ അങ്ങ് അഗ്നിയെ പോലെയുള്ളവനാണ്. രാജഗുണങ്ങൾ മുഴുവനും ഈ അഗ്നി സാദൃശ്യത്തെ കൂടി വർണ്ണിച്ചു കഴിഞ്ഞു. ഒരു രാജാവ് എങ്ങനെയൊക്കെ ആയിരിക്കണം. രാജാവ് ഏറ്റവും സുപ്രീം പവറാണ്, അതിന്റെ മുകളിലേക്ക് ആർക്കും ഉണ്ടാവില്ല. രാജാവിന്റെ ഏത് പ്രവൃത്തികൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ പെടാത്തതോ വന്നാൽ അതിനെയൊക്കെ സഹിക്കാൻ കഴിവുള്ളവനായിരിക്കണം. എന്തൊക്കെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാൽ അതിനെയൊക്കെ ധൈര്യത്തോടെ നേരിടാൻ പറ്റണം. നല്ല സഹനശക്തിയുള്ളവനായിരിക്കും. പിന്നെ ആർക്കും അടുത്തു വരാം, പക്ഷെ ആരും തന്നെ അകത്ത് കടന്ന് കളിക്കാൻ സമ്മതിക്കരുത്. ഇതുപോലെ ആയിരിക്കണം രാജാവ് എന്ന് അഗ്നി സാദൃശ്യം കൊണ്ട് ബോധ്യപ്പെടുത്തി. അങ്ങനെയുള്ള അങ്ങയാണ് ഞങ്ങൾ സ്തുതിക്കുന്നത്. ദുരാഫദോ ദുർവിഷഃ ആസന്നോപി വിദൂരവത് നൈവ അഭിഭവിതും ശക്യോ വേനാരണ്യുത്ഥിതോ അനലാം. വേനാരണ്യുത്ഥിതഃ അനലഃ അഭിഭവിതും ന ശക്യഃ ഏവ. ആസന്നഃ അപി വിദൂരവത് ദുർവിഷഃ ദുരാഫദഃ. ദുരാഫദോ ദുർവിഷഃ ആസന്നോപി വിദൂരവത് നൈവ അഭിഭവിതും ശക്യോ വേനാരണ്യുത്ഥിതോ അനലാം. ദുരാഫദോ ദുർവിഷഃ ആസന്നോപി വിദൂരവത് നൈവ അഭിഭവിതും ശക്യോ വേനാരണ്യുത്ഥിതോ അനലാം. അന്തർബഹിശ്ച ഭൂതാനാം പശ്യൻ കർമാണി ചാരണൈ ഉദാസീനൈവ അധ്യക്ഷോ വായുരാത്മേവ ദേഹിനം. അന്തർബഹിശ്ച ഭൂതാനാം, എല്ലാ ഭൂതങ്ങളിലെയും ഉള്ളിലും പുറത്തും. അന്തർബഹിശ്ച കർമാണി പശ്യൻ, കർമ്മങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം രാജാവ്. അകത്തും പുറത്തും ജനങ്ങളെ, ഓരോ ജനങ്ങളുടെയും ഉള്ളിലുള്ള വിചാരങ്ങൾ രാജാവ് അറിയണം. അവര് പുറത്ത് ചെയ്ത കർമ്മങ്ങളും രാജാവ് അറിയണം. അന്തർബഹിശ്ച കർമാണി, എങ്ങനെ അറിയാം ഇത്? ഓരോരുത്തരുടെ അടുക്ക ചെന്നൊക്കെ അറിയാൻ പറ്റുമോ? ചാരണൈഹി, ചാരന്മാർ മുഖാന്തരം. ചാരണ എന്താന്ന് വെച്ചാൽ ചാരന്മാരെ പറഞ്ഞേക്കും. അവര് വന്ന് ഓരോ ജനങ്ങളുടെയും മുഖത്തെ ഭാവം, രാജാവിനെ കുറിച്ചുള്ള കമന്റ്, ഇതൊക്കെ അവരോട് പറയും. അങ്ങനെ ചാരണമുഖത്തിൽ കൂടി എല്ലാ ഭൂതങ്ങളുടെയും കർമ്മങ്ങളെ അറിഞ്ഞുകൊണ്ട് ഉദാസീനൈവ അധ്യക്ഷ, ഉദാസീനനെ പോലെ ഇരിക്കണം. അധ്യക്ഷനാണ്, സാക്ഷിയായിട്ട്, എല്ലാത്തിനും സാക്ഷിയായിട്ട്. അധി ഈക്ഷതേതി അധ്യക്ഷ എന്നാണ്. മുകളിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം കാണണം, അതാണ് സാക്ഷി. മീറ്റിങ്ങിലെ അധ്യക്ഷനും അത് തന്നെയാണ്. ആ പ്രസംഗപീഠത്തിരുന്ന് ഒക്കെ കണ്ടാൽ മതി, ഒന്നും പറയാൻ അവകാശവും ഉണ്ടായിരുന്നില്ല. പിന്നെ അധ്യക്ഷനെ വെറുതെ ഇരുന്ന് വിഷമിച്ച് 2 വാക്ക് പറഞ്ഞോട്ടെ എന്ന് കരുതി അധ്യക്ഷ പ്രസംഗം കൊടുത്താണ്. ഇപ്പൊ ചിലപ്പോ അതായിരിക്കും മുഖ്യ പ്രഭാഷണം. അപ്പം അധി ഈക്ഷതേതി അധ്യക്ഷ എന്നാണ്. അവിടെ ഇരുന്ന് ഇതെല്ലാം, ഈ മീറ്റിങ്ങിലെ എല്ലാം കണ്ട് നിശബ്ദനായിട്ട് ഇരിക്കണം എന്നാണ് അധ്യക്ഷന്റെ ഭാവം.
അതേപോലെ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിന്റെ അധ്യക്ഷനാണ്. അങ്ങും ഈ പ്രപഞ്ചത്തിന്റെ രാജാവ് അധ്യക്ഷനായിട്ടിരിക്കണം, ഉദാസീനനായിരിക്കണം, എനിക്കിതൊന്നും താല്പര്യമില്ല എന്നുള്ള മട്ടിലിരിക്കണം, അധ്യക്ഷനുമായിരിക്കണം. അങ്ങനെ ആയ അങ്ങ് ദേഹിനാം വായുഹു ആത്മായിവ, ദേഹികൾക്ക് ആത്മാവായിരിക്കുന്ന വായുവിനെ പോലെയാണ്. വായു അങ്ങനെയാണ്, അകത്തുണ്ട് പുറത്തുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്, നമ്മുടെ പുറത്തുണ്ട് വായു. അന്തർബഹിഷ്ഠ എല്ലാ കർമ്മവും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇവിടെ ചാരണ ശബ്ദത്തിന് വീശുക എന്ന അർത്ഥം. തന്റെ സഞ്ചരണം കൊണ്ട് വായു ഇങ്ങനെ സഞ്ചരിച്ചു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ ജനങ്ങളുടെയും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നവനാണ് വായു. പിന്നെ ഉദാസീനാണ്, ഒന്നിനോടും വായുവിന് പ്രത്യേകിച്ച് താല്പര്യമില്ല. ഏത് മണം കിട്ടിയാലും ഇത്തിരി നേരം കൊണ്ടു നടക്കും, പിന്നെ കളഞ്ഞിട്ട് പോകും. അതേപോലെ ആയിരിക്കണം നമ്മൾ എന്നാണ്. രാജാവ് അങ്ങനെ ആയിരിക്കണം, നമ്മളും അങ്ങനെ ആയിരിക്കണം. പകൽ അന്തിയോളം എത്ര ദുർവിചാരങ്ങൾ മനസ്സിൽ വരും, രാത്രിയിൽ ഇതെല്ലാം കളഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് നോക്കണം. പിറ്റേ ദിവസത്തേക്ക് ഒന്നും വെച്ചേക്കരുത്. ഇന്നലെ അങ്ങനെ പറഞ്ഞില്ല, ഇല്ല, ഇന്നലത്തെ കാര്യം ഇന്നലെ കൊണ്ട് തീർന്നു, അത് ഇന്നത്തേക്ക് എടുക്കേണ്ടതല്ല, ഇന്നലെ തന്നെ കളയണം. അതെല്ലാം വായുവിനെ നോക്കി പിടിക്ക്. വായു ഒന്നും കൊണ്ടു നടക്കില്ലല്ലോ. നമ്മൾ ഈ വേണ്ടാത്തത് കൊണ്ട് എത്ര ദിവസം നടക്കും? 50 വർഷം മുമ്പ് പറഞ്ഞു, ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കരുത്. അതുകൊണ്ട് വായുവിനെ പോലെ എന്ത് ചെയ്യണം? ഒന്നും സൂക്ഷിച്ചു വെച്ച് കൊണ്ടു നടക്കരുത്. കുറച്ചു നേരം 10 മിനിറ്റ് കഴിയുമ്പോൾ ആ ഗന്ധം വായു ഉപേക്ഷിക്കും. നല്ല മണമായിരിക്കും, പക്ഷെ അത് കളഞ്ഞിട്ട് ദുർഗന്ധം കിട്ടിയാൽ അത് കൊണ്ട് നടക്കും. അതും കുറച്ച് കഴിയുമ്പോൾ കളയും, വേറെ കിട്ടും. ഉദാസീനനാണ്, ഒന്നിനോടും പ്രത്യേകിച്ചൊരു മമതയോ അടുപ്പമോ താല്പര്യമില്ല. അതേപോലെ അധ്യക്ഷനുമാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാം കണ്ട് കേട്ട് അധ്യക്ഷനായിട്ടിരിക്കുന്ന ആളാണ് വായു. ഇങ്ങനെയുള്ള വായുവിനെ പോലെ ആവണം രാജാവ് എന്ന് പറയുമ്പോൾ ദിക്പാലകന്മാരിൽ വായുവിന്റെ സ്വഭാവം രാജാവിലേക്ക് സംക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇവരുടെ എല്ലാം തേജസ് രാജാവിൽ സംക്രമിച്ചിട്ടുണ്ട്. രാജഗുണങ്ങളെ വർണ്ണിക്കുന്നത് ഇവരെയൊക്കെ തേജസ് ഉള്ളിൽ സംക്രമിച്ചു എന്ന് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അന്തർബഹിഷ്ഠഭൂതാനാം പശ്യൻ കർമാണി ചാരണൈ ഉദാസീനൈവ അധ്യക്ഷോ വായുരാത്മേവ ദേഹിനാം. ഭൂതാനാം അന്തഃ ബഹിഃ ച കർമാണി ചാരണൈഃ പശ്യൻ അധ്യക്ഷൈവ ഉദാസീനഃ അസൗ ദേഹിനാം ആത്മാവായുഃ ഇവ. അന്തർബഹിഷ്ഠഭൂതാനാം പശ്യൻ കർമാണി ചാരണൈ ഉദാസീനൈവ അധ്യക്ഷോ വായുരാത്മേവ ദേഹിനാം. നാദണ്ഡ്യം ദണ്ഡയത്യേഷാം സ്ഫുതമാത്മദുഷാമപി ദണ്ഡയത്യാത്മജമപി ദണ്ഡ്യം ധർമ്മപഥേ സ്ഥിതാം. ന അദണ്ഡ്യം ദണ്ഡയതി ഏഷ സ്ഫുതം ആത്മദ്വിഷാം അപി. ഏഷഃ ഇദ്ദേഹം അദണ്ഡ്യൻ, ദണ്ഡിപ്പാൻ അർഹതയില്ലാത്ത, ആത്മദ്വിഷാം അപി ശത്രുക്കളെ പോലും, ആത്മദ്വിഷാം ഫുതം അപി ശത്രുക്കളുടെ പുത്രന്മാരെ പോലും ന ദണ്ഡയതി ദണ്ഡിക്കില്ല. ദണ്ഡ ജോലി യമധർമ്മരാജാവിന്റെയാണ്. അദ്ദേഹം ദണ്ഡവുമായി നടക്കുന്നത് ശിക്ഷിക്കലാണ്. അതുകൊണ്ട് യമധർമ്മനെ പോലെയാണ് പൃഥു എന്ന് പറയാൻ പോവാണ്. യമധർമ്മന്റെ ഗുണങ്ങൾ പൃഥുവിലേക്ക് സംക്രമിച്ചിട്ടുണ്ട്. ദിക്പാലകന്മാരിൽ ഒരാളാണ് യമൻ. അപ്പം യമധർമ്മൻ തന്റെ ധർമ്മം അണുവിട തെറ്റാതെ ചെയ്തുകൊണ്ടിരിക്കും. തന്റെ ബന്ധുവാണോ, തനിക്ക് ഇഷ്ടപ്പെട്ടവനാണോ, തന്റെ ശത്രുവാണോ, വിരോധിയാണോ, ഇതൊന്നും നോക്കാറില്ല. അങ്ങനെ നോക്കിയാൽ പള്ളിയും കൊണ്ടുപോകാൻ പറ്റാണ്ടാവും. ഇതിലൊന്നും യമൻ ശ്രദ്ധിക്കത്തില്ല. യമൻ തന്റെ ദണ്ഡന കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കും. ശിക്ഷാർഹനല്ലാത്ത ഒരാള് ശത്രുവിന്റെ പുത്രനായിരുന്നാലും അവന് ശിക്ഷിക്കത്തില്ല.
അദണ്ഡ്യം ന ദണ്ഡയതി ഏഷ. ശത്രുവിന്റെ പുത്രനായതുകൊണ്ട് അവനെ ശിക്ഷിക്കണം എന്നില്ല. ശിക്ഷാർഹൻ അല്ലെങ്കിൽ ശത്രുവായാലും പുത്രനായാലും അവനെ ശിക്ഷിക്കില്ല. ദണ്ഡയതി ആത്മജമപി ദണ്ഡ്യം. ദണ്ഡ്യം ആത്മജം അപി. ശിക്ഷിക്കേണ്ട മകനാണെങ്കിൽ പോലും ധർമ്മപഥേ സ്ഥിത ദണ്ഡയതി. ധർമ്മപഥത്തിൽ നിന്നുകൊണ്ട് രാജാവ് ശിക്ഷിക്കുക തന്നെ ചെയ്യും. സ്വന്തം മകൻ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കും. ശത്രുവിന്റെ മകൻ തെറ്റുകാരനല്ലെങ്കിൽ അവനെ ശിക്ഷിക്കത്തുമില്ല. അപ്പൊ എന്റെ എന്നോ ശത്രുവിന്റെ നോക്കിയല്ല യമധർമ്മൻ ശിക്ഷ ചെയ്യുന്നത്. രാജാവും അതുപോലെയാണ്. സ്വന്തം ആൾക്കാരാണെങ്കിൽ അവരെയൊക്കെ ശിക്ഷിക്കാതെ എങ്ങനെ രക്ഷപ്പെടുത്താനുള്ള വഴി നോക്കുക, അങ്ങനെയില്ല. സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ രാജശിക്ഷയ്ക്ക് അവരും വിധേയരാണ്. ഇനി ശത്രുക്കളാണെങ്കിൽ അവരെ എങ്ങനെങ്കിലും കണ്ടുപിടിച്ച് ശിക്ഷിക്കണം എന്നില്ല. ശത്രുക്കളാണെങ്കിൽ പോലും അവർ ശിക്ഷ അർഹതയില്ലാത്തവരാണെങ്കിൽ, ചെയ്ത് തെറ്റല്ല എങ്കിൽ അവർ ശിക്ഷിക്കില്ല. ഇത് യമധർമ്മനെ പോലെയാണ്. അതുകൊണ്ട് ദിക്പാലകന്മാരുടെ തേജസ്സിൽ യമധർമ്മന്റെ ദണ്ഡ്യമായ തേജസ് രാജാവിൽ സംക്രമിച്ചിട്ടുണ്ട്. രാജാവ് പ്രജകളെ ശിക്ഷിക്കുക തന്നെ വേണം. ആരെ പോലെ? യമധർമ്മനെ പോലെ. പക്ഷെ അവിടെ എന്ത് ചെയ്ത് പക്ഷഭേദം കാണിക്കരുത്. തന്റെ എന്നോ ശത്രുവിനെന്നോ നോക്കിയിരുന്നു. നാദണ്ഡ്യം ദണ്ഡയത്യേഷാഫുതമാത്മദുഷാമപി ദണ്ഡയത്യാത്മജമപി ദണ്ഡ്യം ധർമ്മപഥേ സ്ഥിതം. ധർമ്മപഥേ സ്ഥിത ഏഷഃ അദണ്ഡ്യം ആത്മദുഷാം ഫുതം അപി ന ദണ്ഡയതി. ദണ്ഡ്യം ആത്മജമപി ദണ്ഡയതി. നാദണ്ഡ്യം ദണ്ഡയത്യേഷാം ഫുതമാത്മദുഷാമപി ദണ്ഡയത്യാത്മജമപി ദണ്ഡ്യം ധർമ്മപഥേ സ്ഥിതം. നാദണ്ഡ്യം ദണ്ഡയത്യേഷ ഫുതമാത്മദ്വിഷാമപി ദണ്ഡയത്യാത്മജമപി ദണ്ഡ്യം ധർമ്മപഥേ സ്ഥിതം. അഭ്യപ്രതിഹതം ചക്രം പ്രഥോഃ ആമാനസാചലാത് വർത്തതേ ഭഗവാനർക്കോ യാവത്തപതി ഗോഗണൈഃ. അഭ്യ അപ്രതിഹതം ചക്രം. അഭ്യ പ്രഥോഃ. ഈ പ്രഥുവിന്റെ അപ്രതിഹതമായ ചക്രം. അപ്രതിഹതം തടസ്സമില്ലാത്ത, അപ്രതിഹതം ഒരു തടസ്സവുമില്ലാത്ത അദ്ദേഹത്തിന്റെ ചക്രം വെച്ചാൽ ഭരണചക്രം എന്നർത്ഥം. രാജ്യഭരണമാകുന്ന ആ ചക്രം അത് അപ്രതിഹതമാണ്. ഒരു തടസ്സവുമില്ലാത്ത ആജ്ഞകളാണ് രാജാവിൽ നിന്നും വരുന്നത്. ആ മാനസാചലാത്, മാനസപർവ്വതം വരെ. പ്രഥോഹോ ആമാനസാചലാത് പ്രഥോരാമാനസാചലാത്. പ്രഥോഹോ വിസർഗം വന്നവിടെ തീരും. പിന്നെ ആമാനസാചലാത്, മാനസാചലം വരെ. മാനസാചലം മാനസ തടാകം സ്ഥിതി ചെയ്യുന്ന പർവ്വതം വരെ, ഹിമവാൻ വരെ. അതൊരതിരാണ്. ആ മാനസാചലാത് വർത്തതേ പ്രവർത്തിക്കുന്നു. ഈ പൃഥുവിന്റെ ആജ്ഞാചക്രം മാനസപർവ്വതം വരെ ഒരു തടസ്സവും ഇല്ലാതെ പോകും. ഇടയ്ക്ക് തടസ്സം വന്ന് നിൽക്കുക, അങ്ങനെയില്ല. ഒരു തടസ്സവും ഇല്ലാതെ അവിടം വരെ ചെന്ന് അവിടെ വരെ എല്ലാ പ്രജകളെയും ശിക്ഷിക്കാൻ തയ്യാറാണ്. അവരെല്ലാം തന്റെ ശാസന പാലിച്ചേ പറ്റുള്ളൂ. ഏതുപോലെയാണ്? ഭഗവാൻ അർക്കോ യാവത്തപതി ഗോഗണൈ. ഭഗവാൻ അർക്കഹ, സൂര്യൻ, യാവത്തപതി യാതൊരു കാലം വരെ തപിക്കുന്നുവോ. എങ്ങനെ? ഗോഗണൈഹി. ഗോ ശബ്ദത്തിന് രശ്മി എന്ന അർത്ഥം. നമ്മൾ ധരിച്ച പോലെ പശു എന്ന് മാത്രമല്ല. ഗോഗണം രശ്മിക്കൂട്ടം, രശ്മി സമൂഹങ്ങൾ. ഗോഗണൈഹി, രശ്മി സമൂഹങ്ങളാൽ ഭഗവാൻ അർക്കഹ യാവത്തപതി. സൂര്യൻ തന്റെ രശ്മികളെ കൊണ്ട് ഒരു തടസ്സവുമില്ലാതെ എവിടം വരെ വ്യാപരിക്കുന്നോ അവിടം വരെ ഈ രാജാവ്
തന്റെ ആജ്ഞ എന്താണ് അവളെ പാലിക്കുവാൻ നിർബന്ധിതരാണ് ജനങ്ങൾ മുഴുവൻ. സൂര്യരശ്മി ഭൂമിയിൽ എവിടം വരെ പതിയും അവിടം വരെ. ഗോഗണേഹി അർക്കോ ഭഗവാൻ അർക്കോ യാവത്തപതി. രശ്മിക്കൂട്ടങ്ങളെ കൊണ്ട് സൂര്യഭഗവാൻ യാതൊരു കാലം വരെ തപതി ചൂടാക്കുന്നുവോ തപിപ്പിക്കുന്നുവോ അതുവരെ ഈ ലോകത്തിന്റെ ഒരതിരാണ് അത്. ലോകം എന്ന് പറയുന്നത് തന്നെ സൂര്യരശ്മികൾ കൊണ്ട് കാണപ്പെടുന്നത് മാത്രമാണ് ലോകം. ലുക്യതേതി ലോക എന്നാണ്. കാണപ്പെടുന്നതിന് പേരാണ് ലോകം. കാണപ്പെടാത്ത അലോകങ്ങൾ ഒത്തിരി ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. അതിനെ ബ്ലാക്ക് മോൾഫ് എന്ന് ഇപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞ് പുതിയ ഒരു കണ്ടുപിടുത്തമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഭാഗവത് തന്നെ പറഞ്ഞു ഇതൊക്കെ. സൂര്യന്റെ പ്രകാശരശ്മി പതിഞ്ഞ് കണ്ടെത്താൻ പറ്റുന്നതിന്റെ പേരാണ് ലോകം എന്ന്. അപ്പുറത്തുള്ളതൊക്കെ അലോകങ്ങളാണ്. അപ്പൊ ഇവിടെ ലോകപര്യന്തം എവിടെ വരെയാണ് ലോകത്തിന്റെ അതിരെ സൂര്യരശ്മി പതിയുന്നവരെ, അതുവരെയുള്ള ഈ ലോകം മുഴുവനും രാജാവിന്റെ ആജ്ഞ പരിപാലിക്കപ്പെടുന്നവരായി തീരുക തന്നെ ചെയ്യും. അപ്രതിഹതം ചക്രം പ്രധോ ആമാനസാചരാത് വർത്തതേ ഭഗവാനർക്കോ യാവത്തപതി ഗോഗണൈ. പ്രഥോഹോ അപ്രതിഹതം ചക്രം ഭഗവാൻ അർക്കഃ ഗോഗണൈഹി യാവത്തപതി ആമാനസാചരാത് വർത്തതേ. അപ്രതിഹതം ചക്രം പ്രഥോരാമാനസാചരാത് വർത്തതേ ഭഗവാനർക്കോ യാവത്തപതി ഗോഗണൈ. അപ്രതിഹതം ചക്രം പ്രഥോരാമാനസാചരാത് വർത്തതേ ഭഗവാനർക്കോ യാവത്തപതി ഗോഗണൈ. രഞ്ജയിഷ്യതി ലോകം അയം ആത്മവിചേഷ്ടിതൈ അഥാ അമുമാഹു രാജൻ മനോരഞ്ജനകൈഃ പ്രജാഹം. രഞ്ജയതി, രഞ്ജിപ്പിക്കുക എന്ന് വെച്ചാൽ സന്തോഷിപ്പിക്കുക. രഞ്ജയതി യത് ലോകം, യാതൊരു ലോകത്തെ, അയം ആത്മവിചേഷ്ടിതൈഹി, യത് ലോകം അയം ആത്മവിചേഷ്ടിതൈഹി, എല്ലോകം അയമാത്മവിചേഷ്ടിതൈഹി എന്നൊന്നിച്ചു വരും. എല്ലോകം അയം ആത്മവിചേഷ്ടിതൈഹി. ലോകത്തിന്റെ അന്തിമം വരെ ലോകം അയം, അയം രാജ, ഈ രാജാവ് വിചേഷ്ടിതൈഹി രഞ്ജയതി, തന്റെ പ്രവൃത്തികളെ കൊണ്ട് ജനങ്ങളെ രഞ്ജിപ്പിക്കുന്നവനാണ്. രഞ്ജയതി ഇതി രാജ, രഞ്ജിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവനെ രാജാവെന്ന് വിളിക്കുന്നത്. രാജാവ് എന്ന വാക്കിനർത്ഥം രഞ്ജിപ്പിക്കുന്നത് കൊണ്ടാണ്. ആരെ? പ്രജകളെ രഞ്ജിപ്പിക്കുന്നത് കൊണ്ട്, പ്രജകളെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ടാണ്. രാജാവ് തന്റെ കർമ്മങ്ങൾ കൊണ്ട് പ്രജകളെയൊക്കെ എന്ത് ചെയ്യും? സന്തോഷിപ്പിക്കും. രഞ്ജയതി ഇതി രാജ, രഞ്ജിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവനെ രാജാവ് എന്ന് വിളിക്കും. ആരെയാണ്? പ്രജകളെ. എങ്ങനെയാ അവരെ സന്തോഷിപ്പിക്കുന്നത്? തന്റെ കർമ്മങ്ങൾ കൊണ്ട്. തന്റെ ഓരോ പ്രവൃത്തികളും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നവനാണ്. ജനങ്ങളെ ദുഃഖിപ്പിക്കുന്നവനല്ല, രാജാവ് സന്തോഷിപ്പിക്കുന്നവനാണ്. രഞ്ജയതി ലോകം അയം ആത്മവിചേഷ്ടിതൈഹി അഥ, അതുകൊണ്ട് അമും ആഹു, അഥാമുമാഹു, ഇവിടെയൊക്കെ പദച്ഛേദം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ അത് രണ്ട് മൂവ്, ഒരു മൂവും ഒരു മായും ഒക്കെ ഇരിക്കുമ്പോൾ എങ്ങനെ വേണമെന്ന് ആശങ്ക വരും. അഥ അമും ആഹു കൂട്ടിച്ചേർക്കുമ്പോൾ അഥാമുമാഹു. അഥ, അതുകൊണ്ട് അമും, ഇവനെ, അമും എന്ന് വെച്ചാൽ ഇവനെ, ദിസ് പേഴ്സൺ, ഇവൻ, ഈ രാജാവിനെ, ആഹു വിളിക്കുന്നു. രാജാനം മനോരഞ്ജനകൈഹി പ്രജാഹ, പ്രജകളുടെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്നത് കൊണ്ട് പ്രജകൾ രാജാനം ആഹു, ഇവനെ രാജാവെന്ന് വിളിക്കുന്നു. രാജാവെന്ന് വിളിക്കാൻ കാരണം പ്രജകളെ രഞ്ജിപ്പിക്കുന്നത് കൊണ്ടാണ്. അഥാ അമും ആഹു രാജാനം മനോരഞ്ജനകൈഹി പ്രജാഹ,
പ്രജകൾ മനോരഞ്ജനം കൊണ്ട് തങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് അമും ഈ രാജാവിനെ രാജാനം ആഹു രാജാവ് എന്ന് വിളിക്കുന്നു. അപ്പൊ രാജാവ് എന്നുള്ള വാക്കിന്റെ സഫലത പൃഥ്വിയിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അങ്ങേ രാജാവെന്ന്, ബാക്കിയുള്ളവരെയൊക്കെ വെറുതെ രാജാവെന്ന് വിളിക്കാന്നുള്ളൂ, അതിന്റെ യോഗ്യതകളൊന്നും അവരിലില്ല. പക്ഷേ രാജാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അന്വർത്ഥമാക്കി മാറ്റുന്നു പൃഥു. അതുകൊണ്ടാണ് അദ്ദേഹം രഞ്ജയിഷ്യതി യത് ലോകം അയം ആത്മവിചേഷ്ടിതൈ അഥ അമു ആഹു രാജാനം മനോരഞ്ജനകൈഹി പ്രജാ. പ്രജകൾ മനോരഞ്ജനകങ്ങളായ പ്രവൃത്തികളെ കൊണ്ട് ഇവനെ രാജാവ് എന്ന് വിളിക്കുന്നു. രഞ്ജയിഷ്യതി ലോകം അയമാത്മവിചേഷ്ടിതൈ അഥാ അമുമാഹു രാജാനം മനോരഞ്ജനകൈ പ്രജാഹം. രഞ്ജയിഷ്യതി ഭാവിയെക്കുറിച്ചാ പറയാൻ പോകുന്നത്. രാജാവായിട്ടില്ല, ആകാൻ പോകുന്നേ ഉള്ളൂ. രഞ്ജിപ്പിക്കും എന്ന് ഭാവികാലം പറയുകയാണ്. രഞ്ജയിഷ്യതിയല്ലോകം അയമാത്മവിചേഷ്ടിതൈ അധാമുമാഹു രാജാനം മനോരഞ്ജനകൈ പ്രജാഹം. യത് അയം മനോരഞ്ജനകൈഹി ചേഷ്ടിതൈഹി ലോകം രഞ്ജയിഷ്യതി അഥ അമും പ്രജാഹ രാജാനം ആഹു. രഞ്ജയിഷ്യതിയല്ലോകം അയമാത്മവിചേഷ്ടിതൈ അഥാമുമാഹു രാജാനം മനോരഞ്ജനകൈ പ്രജാഹം. ദൃഢൗ വ്രത പത്യബന്ധോ ബ്രഹ്മണ്യോ വൃദ്ധസേവകാം ശരണ്യ സർവഭൂതാനാം മാനദോ ദീനവത്സലാം. ദൃഢൗ വ്രത, ഇവൻ ദൃഢമായ വ്രതത്തോടു കൂടിയവനാണ്. വ്രതം എന്ന് വെച്ചാൽ അനുഷ്ഠാനങ്ങൾ, ആചരണങ്ങൾ എന്നിൽ ധർമാചരണ വിഷയത്തിൽ ദൃഢതയുണ്ട്. അണുവിട തെറ്റിക്കില്ല. ഏത് ധർമ്മമാണോ ആചരിക്കേണ്ടത് കൃത്യസമയത്ത് വേണ്ടതുപോലെ ആചരിച്ചിരിക്കും. എന്നാൽ അതിന് മാറ്റം വരുത്താം, നാളെയാക്കാം, പിന്നാക്കാം എന്നൊന്നുമില്ല. അത് കൃത്യസമയത്ത് ചെയ്തേക്കും. ദൃഢവ്രതനാണ്. സത്യസന്ധനാണ്. സത്യവുമായി സന്ധി ചെയ്യുന്നവനാണ്. സത്യസന്ധ എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തിൽ സന്ധി ചെയ്യുന്നവനാണ് സത്യസന്ധൻ. ഈ രാജാവ് സത്യവുമായി സന്ധി ചെയ്ത്, സന്ധി ചെയ്താൽ പിന്നെ വിടാൻ പറ്റത്തില്ലല്ലോ, പിന്നെ കൂടെ നിർത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് സത്യസന്ധൻ എന്ന് വെച്ചാൽ സത്യം വിടാതെ കൂടെ കൊണ്ട് നടക്കുന്നത്. അത് സത്യവുമായിട്ട് സന്ധി ചെയ്യുന്നുള്ള സത്യസന്ധോ. അതുപോലെ ബ്രഹ്മണ്യോ, ബ്രഹ്മത്തിൽ, ആത്മജ്ഞാനത്തിൽ, ഈശ്വരനിൽ, ബ്രാഹ്മണരിൽ ഭക്തിയുള്ളവരാണ്, ബ്രഹ്മണ്യനാണ്. വൃദ്ധസേവക, വൃദ്ധന്മാരെ സേവിക്കുന്നവനാണ്. ശരണ്യ, ആർക്കും ആശ്രയം കൊടുക്കുന്നവനാണ്. ശരണ്യൻ, ശരണം ആശ്രയം, ശരണ്യൻ ശരണം കൊടുക്കുന്നവൻ. സർവഭൂതാനാം മാനദോ ദീനവത്സല, എല്ലാ ജീവജാലങ്ങൾക്കും മാനം ദാനം ചെയ്യുന്നവനാണ്. മാനദൻ, മാനത്ത ദാനം ചെയ്യുന്നവൻ. സർവഭൂതാനാം മാനദോ ദീനവത്സല, ദീനന്മാരോട്, ദുഃഖിതന്മാരോട് വാത്സല്യമുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്, ദീനവത്സലനാണ്. ഇതിത്രയും ഈ പൃഥുവിന്റെ യോഗ്യതകളെ കുറിച്ച് അവർ പാടി പുകഴ്ത്തുകയാണ്. ഇതുള്ളതാണ്, ഇല്ലാത്തതല്ല ഞങ്ങൾ ഈ പറയുന്നത്. അങ്ങ് ദൃഢവ്രതനാണ്, സത്യസന്ധനാണ്, ബ്രഹ്മണ്യനാണ്, വൃദ്ധസേവകനാണ്, ശരണ്യനാണ്, എല്ലാ ഭൂതങ്ങൾക്കും മാനദനാണ്, ദീനവത്സലമാണ്. ഇത്രയും ക്വാളിറ്റികൾ, ഗുണങ്ങൾ ആർക്ക് വേണം? ഒരു രാജാവിന് ഉണ്ടാവണം. ദൃഢൗ വ്രത സത്യബന്ധോ ബ്രഹ്മണ്യോ വൃദ്ധസേവകാം ശരണ്യ സർവഭൂതാനാം മാനദോ ദീനവത്സലാം. ദൃഢൗ വ്രത സത്യസന്ധഃ ബ്രഹ്മണ്യഃ വൃദ്ധസേവകഃ സർവഭൂതാനാം ശരണ്യഃ മാനദഃ ദീനവത്സലഃ. ദൃഢൗ വ്രത സത്യസന്ധോ ബ്രഹ്മണ്യോ വൃദ്ധസേവകാം ശരണ്യ സർവഭൂതാനാം മാനദോ ദീനവത്സലാം. ദൃഢൗ വ്രത സത്യസന്ധോ ബ്രഹ്മണ്യോ വൃദ്ധസേവകാം
ശരണ്യ സർവഭൂതാനാം മാനദോ ദീനവത്സലാം മാതൃഭക്തി പരസ്ത്രീഷു പത്ന്യാം അർത്ഥൈവാത്മനാം പ്രജാസു പിതൃവത് സ്നിഗ്ധ കിങ്കരോ ബ്രഹ്മവാദിനാം. പരസ്ത്രീഷു മാതൃഭക്തി, മറ്റുള്ള സ്ത്രീകളെ അമ്മയെപ്പോലെ ഭക്തിയുള്ളവരാണ്. പരസ്ത്രീകളിൽ, പരസ്ത്രീഷു മാതൃഭക്തി, അന്യ സ്ത്രീകളിലൊക്കെ, പരസ്ത്രീകളിലൊക്കെ മാതാവിനെ പോലെ ഭക്തിയുള്ളവനാണ്. ഏത് സ്ത്രീകളെ കണ്ടാലും അമ്മയെ കാണുന്ന പോലെ കണ്ട് നമസ്കരിക്കാൻ കഴിയുന്നവനാണ് ഈ രാജാവ് എന്ന പ്രഭു. പരസ്ത്രീഷു മാതൃഭക്തി പത്ന്യാം അർത്ഥൈവാത്മന, പത്നിയുടെ പകുതി ഭാഗമാണ് താൻ എന്ന് സ്വയം കരുതുന്നവനാണ്. പത്നിയുടെ നേരെ ലംബമായ പകുതിയാണ് ഭർത്താവ്. അതുകൊണ്ടാണ് അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പരമശിവന്റെ ലംബമായ പകുതി ശിവനും പകുതി പാർവതിയുമാണ്. ഇപ്പൊ നേരെ 50% ഒരാളിൽ സ്ത്രീത്വവും പൗരുഷവും സ്ഥിതി ചെയ്യുന്നത്. 30% ഒന്നുമല്ല, 50% ഉണ്ട്. അത് അംഗീകരിച്ചു കൊടുത്തതുമാണ്. ഇപ്പം 30% വേണ്ടിയാണ് സമരം. 50 കയ്യിലിരിപ്പുണ്ട്. പത്നിയുടെ അർത്ഥമാണ് പുരുഷൻ, പുരുഷന്റെ അർത്ഥമാണ് പത്നി. ഇത് ഈ പ്രഭു തന്റെ ജീവിതത്തിൽ പകർത്തി സാർത്ഥകമാക്കിയവനാണ്. എല്ലാറ്റിന്റെയും പകുതി ഭാഗത്തിന് അധികാരി ആരാണ്? സ്ത്രീ തന്നെയാണ്, മറ്റൊരാളല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് പത്നിയാം അർത്ഥൈവ ആത്മനഃ പ്രജാസു പിതൃവത്, പ്രജകളിൽ പിതാവിനെ പോലെയാണ്. ഒരു പിതാവ് എങ്ങനെയാണോ മക്കളെ സ്നേഹിക്കുക, ലാളിക്കുക, പഠിപ്പിക്കുക, അവരുടെ രക്ഷ നിർവഹിക്കുന്നത്, അതുപോലെയാണ് രാജാവ്. തന്റെ പ്രജകൾ മുഴുവനും പുത്രന്മാരെ പോലെ അവരെ സ്നേഹിക്കാം, അവരെ ഭക്ഷണം കൊടുത്ത്, ആഹാരം കൊടുത്ത്, മരുന്ന് കൊടുത്ത് പരിരക്ഷിക്കേണ്ട രാജാവിന്റെ കടമയാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ രാജാവ് നേരിട്ട് ചെയ്യണമെന്നാണ്. വിദ്യാഭ്യാസം, ഔഷധം അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇത് രണ്ടും, അതുപോലെ അന്നം, ഭക്ഷണം, ഇത് 3 കാര്യം രാജാവ് നേരിട്ട് കയ്യണം, മറ്റൊരാളെ ഏൽപ്പിക്കരുത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ കയ്യിൽ വേണ്ട 3 വിഭാഗം ഇത് 3ആണ്. കാരണം പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ ഇത് 3ആണ്. തങ്ങളുടെ നാട്ടിൽ സകലമായ ആൾക്കാരും അഭ്യസ്ത വിദ്യരായിരിക്കണം. അത് ആ രാജാവിന്റെ കടമയാണ്. ഒരാൾക്കെങ്കിലും അതില്ല വന്നാൽ അതിന്റെ ദോഷം രാജാവിനാണ്. അതുപോലെ തങ്ങളുടെ രാജ്യത്ത് രോഗികളായിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും ഔഷധം ലഭ്യമാക്കണം. ഇത് രാജാവിന്റെ കടമയാണ്. അതുകൊണ്ട് പിതൃവത് സ്നിഗ്ധ, സ്നിഗ്ധ സ്നേഹമുള്ളവൻ, കിങ്കരോ ബ്രഹ്മവാദിനാം, ബ്രഹ്മവാദികളുടെ കിങ്കരൻ, വേദമറിയാവുന്നവരുടെ, ഋഷിമാരുടെ, ബ്രാഹ്മണരുടെ കിങ്കരനായിരിക്കും. കിങ്കരൻ ജോലിക്കാരൻ. കിം കരോതീതി കിങ്കരഹ, ഞാൻ എന്ത് ചെയ്യണേന്ന് ചോദിച്ച അടുക്ക് നിൽക്കുന്ന ഒരാളുടെ പേരാണ് കിങ്കരൻ. കിം കരോതീതി കിങ്കരഹ, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചടുക്ക് നിൽക്കുന്നവരാണ് സേവകന്മാരൊക്കെ. അതുകൊണ്ട് സേവകന്മാരെയാണ് കിങ്കരന്മാരെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മവാദിനാം കിങ്കര, ഇത്രയും യോഗ്യത കൂടി ആർക്കുണ്ട്? പൃഥുവിനുണ്ട്. പരസ്ത്രീകളിൽ അമ്മയെപ്പോലെ ഭക്തിയുള്ളവനാണ്. തന്റെ പത്നിയുടെ പകുതി ഭാഗമാണ് താൻ എന്ന് വിചാരിക്കുന്നവനാണ്. പ്രജകളോട് പുത്രന്മാരെ പോലെ സ്നേഹിക്കുന്നവനാണ്. ബ്രഹ്മവാദികളുടെ കിങ്കരനുമാണ് രാജാവ്. മാതൃഭക്തി പരസ്ത്രീഷു പത്ന്യാം അർത്ഥൈവാത്മനാം പ്രജാസു പിതൃവത് സ്നിഗ്ധ കിങ്കരോ ബ്രഹ്മവാദിനാം. പരസ്ത്രീഷു മാതൃഭക്തി പത്ന്യാം ആത്മനഃ അർത്ഥേ ഇവ പ്രജാസു പിതൃവത് സ്നിഗ്ധ ബ്രഹ്മവാദിനാം കിങ്കരഃ. മാതൃഭക്തി പരസ്ത്രീഷു പത്ന്യാം അർത്ഥൈവാത്മനാം പ്രജാസു പിതൃവത് സ്നിഗ്ധ കിങ്കരോ ബ്രഹ്മവാദിനാം. മാതൃഭക്തി പരസ്ത്രീഷു പത്ന്യാം അർത്ഥൈവാത്മനാ
പ്രജാസു പിതൃവത് സ്നിഗ്ധ കിങ്കരോ ബ്രഹ്മവാദിനാം ദേഹിനാമാത്മവത് പ്രേഷ്ട സുഹൃദാം നന്ദിവർദ്ധനാം മുക്തഭംഗ പ്രസംഗോയം ദണ്ഡപാണിരസാധുഷു. ദേഹിനാം, മനുഷ്യർക്ക്, ദേഹമുള്ളവരൊക്കെയാണ് ദേഹികൾ. മനുഷ്യർക്ക് ആത്മവത്, ആത്മാവെന്ന പോലെ, ദേഹിനാം ആത്മവത് പ്രേഷ്ഠ, പ്രേഷ്ഠനാണ്, ഏറ്റവും ഇഷ്ടം ഉള്ളവനാണ്. പ്രകർഷേണ ഇഷ്ട പ്രേഷ്ഠ, ഏറ്റവും ഇഷ്ടമുള്ളവനാണ്, ഏറ്റവും പരമമായ ഇഷ്ടം ഉള്ളവൻ, അല്ലെങ്കിൽ സ്നേഹമുള്ളവൻ, അല്ലെങ്കിൽ പ്രീതിയുള്ളവൻ, പ്രേമമുള്ളവൻ ഒക്കെ പറയാം. ദേഹിനാം ആത്മവത് പ്രേഷ്ഠ. മനുഷ്യർക്ക് എങ്ങനെയാണോ അവരവരുടെ ശരീരം പ്രേഷ്ഠമാകുന്നത്, എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുത് എൻ്റെ ശരീരമാണ്. അതിൻ്റെ കേടുവരാൻ, അപകടമുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പം തന്നെ ഞാൻ മരുന്ന് വാങ്ങിക്കും, അതിലെ കേടുപാടുകളൊക്കെ നീക്കി അതിനെ നന്നായിട്ട് സംരക്ഷിക്കും. 3 നേരം ഭക്ഷണം കൊടുത്ത്, വെള്ളം കൊടുത്ത്, അതിനെ പരിപോഷിപ്പിച്ച് നന്നാക്കി, നല്ല വസ്ത്രങ്ങൾ കൊണ്ടൊക്കെ ചുറ്റി, നല്ല ഭൂഷണങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് അങ്ങനെ വെടിപ്പാക്കി വെക്കും. എന്താണ് ശരീരത്തെ. ദേഹികൾക്ക് എപ്രകാരമാണോ, ദേഹികൾക്ക് ദേഹിനാം ആത്മവത് പ്രേഷ്ഠ സുഹൃദ നന്ദിവർദ്ധന, സുഹൃത്തുക്കൾക്ക് ഏറ്റവും അധികം നന്ദി വർദ്ധിപ്പിക്കുന്നവനാണ്. സുഹൃത്തുക്കൾക്ക് ചെയ്തു കൊടുത്ത കാര്യത്തിലുള്ള കൃതജ്ഞതയാണ് നന്ദി. സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്തു കൊടുത്തോ ആ നന്ദി അവരിൽ ഉള്ളവനാണ്. ഇദ്ദേഹത്തെ സ്നേഹിക്കുക മാത്രമല്ല, സുഖം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നവനുമാണ് ഇദ്ദേഹം. അതേപോലെ മുക്തഭംഗ പ്രസംഗ അയം, മുക്തഭംഗന്മാരോട്, ഭംഗം ഉപേക്ഷിച്ചവരോട്, പ്രസംഗം വെച്ചാൽ പ്രകർഷേണ ഭംഗം എന്നേ ഉള്ളൂ, പ്രഭാഷണം എന്നർത്ഥം സംസ്കൃതത്തിലില്ല. എന്താ പ്രസംഗം? പ്രകർഷേണയുള്ള ഭംഗം, ചേർച്ച എന്നുള്ള അർത്ഥം. മുക്തഭംഗന്മാരോട് പ്രസംഗമുള്ളവനാണ് ഇവൻ. എല്ലാ ഭൗതിക വസ്തുക്കളോടും വിരക്തി നേടിയ ഋഷീശ്വരന്മാരെയാണ് മുക്തഭംഗന്മാർ എന്ന് പറയാം. എല്ലാറ്റിനോടും മോചനം ലഭിച്ചവരാണ്. അങ്ങനെയുള്ളവരോട് ഈ രാജാവ് കൂടുതൽ ചേർച്ചയുണ്ട്. രാജാവ് എപ്പോഴും ബന്ധപ്പെടുന്ന ആരുമായിട്ടാണ്? ഋഷിമാരുമായിട്ടും മുനിമാരും ഒക്കെ ആയിട്ടാണ്. അല്ലെങ്കിൽ വേദജ്ഞന്മാരായ വിരക്തി വന്ന പണ്ഡിതന്മാരുമായിട്ടാണ് രാജാവിന്റെ സമ്പർക്കം. നോക്കൂ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യഭരണം നിർവഹിക്കാനുള്ള ആത്മബലം കിട്ടുകയുള്ളൂ. കണ്ട ദുഷ്ടന്മാരോടും അഴിവോക്കന്മാരോടും ഒക്കെ ഇടപെട്ടുകൊണ്ടിരുന്നാൽ ഈ ബലം കിട്ടില്ല. ഇത് ഒരു രാജാവിന്റെ ക്വാളിറ്റിയാണ്. ഇതൊക്കെ ആരുടെ പൃഥ്വിയിലുണ്ട്. നോക്കുള്ളൂ, ഈ ഒരൊറ്റ സ്തുതിയിൽ കൂടിയാണ് രാജഗുണങ്ങളുടെ മഹത്വം മുഴുവൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു രാജ്യം ഭരിക്കുന്ന ഒരാൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് വ്യക്തമായൊരു ധാരണ വ്യാസൻ ഈ ഇതൊക്കെ ഭാഗവത്തിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഭാഗവത്തിൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് നമ്മളെ എങ്ങനെ അറിയാൻ പറ്റും? ഒരു സപ്താഹത്തിൽ ഇതൊന്നും ആരും പറയില്ലല്ലോ. അപ്പൊ നമുക്കൊന്നും അറിയാൻ വഴിയില്ല. ആളുടെ പൃഥുവിന്റെ കഥ പറഞ്ഞ് അവസാനത്തെ ഭാഗം പറഞ്ഞ് നിർത്തി 1/2 മണിക്കൂറിന് തീർത്തു പോകാനേ പറ്റുള്ളൂ, അല്ല സമയമുള്ളൂ അവിടെ. ഇപ്പോഴാണ് പഠിക്കുമ്പോൾ ഈ സ്തുതിയിൽ കൂടി രാജഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുക. ശരിയായ ഒരു പൊളിറ്റിക്സിന്റെ പൂർണ്ണത വ്യാസൻ ഇവിടെ ആവിഷ്കരിക്കാം. രാജ്യതന്ത്രം എങ്ങനെയൊക്കെ ആയിരിക്കണം. ദേഹിനാം ആത്മവത് പ്രേഷ്ഠ സുഹൃദാം നന്ദിവർദ്ധന മുക്തഭംഗ പ്രസംഗോയം ദണ്ഡപാണിഹി അസാധുഷു. ദുർജനങ്ങളിൽ ദണ്ഡപാണി, ശിക്ഷിക്കാനുള്ള ദണ്ഡം കയ്യിലെടുക്കുന്നവനാണ്. ദുർജനങ്ങളെ കണ്ടാൽ അവരെ എന്ത് ചെയ്യണം? ശിക്ഷിച്ച് നല്ല വഴി നടപ്പാക്കണം. കൊല്ലാനല്ല, ശിക്ഷിക്കാന്ന് വെച്ചാൽ കൊല്ലുക എന്നല്ല, അവരെ നല്ല വഴിയിലേക്ക് ശാസിച്ചു കൊണ്ടുവരിക. അതാണ് ശിക്ഷയുടെ മഹത്വം. അതിനാണ് ജയിലിലിടുകയും ഒക്കെ ചെയ്യുന്നത്. അവർക്ക് പരിവർത്തനം ഉണ്ടായി മാറി നല്ലവരായിട്ട് തിരിച്ചു വരട്ടെ എന്ന് കണ്ടിട്ടാണ്.
ഇതൊക്കെ ഭാരതീയ സംസ്കൃതിയിൽ എത്രയോ കാലം മുമ്പ് നമ്മളും ഋഷിമാര് പറഞ്ഞത് നമ്മള് കൈക്കൊണ്ടു, പക്ഷെ നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഭാഗവതം പഠിച്ചപ്പോഴാണ് ഇത്രയൊക്കെ ഇതിനകത്തുണ്ടോ നമ്മള് അറിയാൻ പോകുന്നത്. ദണ്ഡപാണിഹി അസാധുഷു, അസാധുക്കളിൽ, ദുർജനങ്ങളിൽ ദണ്ഡപാണിയാവണം രാജാവ്. ആത്മാവിനെ പോലെ എല്ലാവരോടും സ്നേഹമുള്ളവനായിരിക്കണം രാജാവ്. ഒരാൾ എങ്ങനെ തന്റെ ആത്മാവിനെ സ്നേഹിക്കുന്നു അതുപോലെ എല്ലാ പ്രജകളെയും സ്നേഹിക്കണം. സുഹൃത്തുക്കളോട് നന്ദിയുള്ളവനായിരിക്കണം. മുക്തസംഗന്മാരായ ഋഷിമാരോട് എപ്പോഴും ചേർച്ചയുള്ളവനായിരിക്കണം. ദുർജനങ്ങളെ ശിക്ഷിക്കുന്നവനുമായിരിക്കണം രാജാവ്. ദേഹിനാമാത്മവത് പ്രേഷ്ഠ സുഹൃദം നന്ദിവർദ്ധനാം മുക്തസംഗ പ്രസംഗോയം ദണ്ഡപാണിരസാധുഷു. ദേഹിനാം ആത്മവത് പ്രേഷ്ഠ സുഹൃദാം നന്ദിവർദ്ധന മുക്തസംഗ പ്രസംഗ അസാധുഷു ദണ്ഡപാണി ഇവ. ദേഹിനാമാത്മവത് പ്രേഷ്ഠ സുഹൃദം നന്ദിവർദ്ധനാം മുക്തസംഗ പ്രസംഗോയം ദണ്ഡപാണിരസാധുഷു. ദേഹിനാമാത്മവത് പ്രേഷ്ഠ സുഹൃദം നന്ദിവർദ്ധനാം മുക്തസംഗ പ്രസംഗോയം ദണ്ഡപാണിരസാധുഷു. അയന്തു സാക്ഷാത് ഭഗവം സ്ത്രീധീശ കൂടസ്ഥ ആത്മാ കലയാവതീർണ യസ്മിന്ന വിദ്യാരചിതം നിരർത്ഥകം പശ്യന്തി നാനാർത്ഥമവിപ്രതീക്തം. അയന്തു, ഇവനാകട്ടെ സാക്ഷാത് ഭഗവാൻ സ്ത്രീധീശ, ഇവൻ മൂന്ന് ലോകങ്ങൾക്കും അധീശനായ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഈ പൃഥു. അവിടെ ത്രി അധീശ, മൂന്ന് ലോകങ്ങൾക്കും മൂന്ന് ഗുണങ്ങൾക്കും ഒക്കെ മൂന്ന് അവസ്ഥകൾക്കും ഒക്കെ അധീശനാണ്. ത്രിയധീശൻ, ത്രി അധീശൻ, ത്രിധീശൻ. അയന്തു സാക്ഷാത് ഭഗവാൻ രഥീശ, കൂടസ്ഥ, ഇളകാതിരിക്കുന്നവൻ, ഉറച്ചിരിക്കുന്നവന്, കൂടത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ്. കൂടം ഇളകാതെ, എന്താണ്, ചാഞ്ചല്യമില്ലാതെ നിശ്ചലമായിരിക്കുന്ന വസ്തുവിന്റെ പേരാണ് കൂടം. അതുപോലെ സ്ഥിതി ചെയ്യുന്നവനാണ് കൂടസ്ഥൻ. ആയ ആ ആത്മസ്വരൂപത്തിന്റെ ഭഗവാന്റെ കലയാ അവതീർണ, കല കൊണ്ട് അവതരിച്ചവനാണ്. കലയാ അവതീർണ, കല കൊണ്ട് അവതരിച്ച്. കൂടസ്ഥ ആത്മാ കലയാ അവതീർണ യസ്മിൻ അവിദ്യാരചിതം നിരർത്ഥകം. യസ്മിൻ, യാതൊരു രാജാവിൽ, അവിദ്യാജനകം, അവിദ്യയാൽ കൽപ്പിക്കപ്പെട്ടത് നിരർത്ഥകമാണ്. അജ്ഞാനം കൊണ്ട് എന്ത് കൽപ്പിച്ചാലും അത് രാജാവിൽ എത്തില്ല. രാജാവിൽ ജ്ഞാനം മാത്രമേ ഉണ്ടാവുള്ളൂ. അജ്ഞാനം രാജാവിലേക്ക് എത്തില്ല. പശ്യന്തി നാനാർത്ഥമപി പ്രതീതം. നാനാർത്ഥമപി, പല നാനാ അർത്ഥങ്ങൾ, പല വസ്തുക്കൾ, പല പദാർത്ഥങ്ങൾ, അതെല്ലാം ഒന്നായിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. കാണപ്പെടുന്നതാണെങ്കിലും അതൊക്കെ അനേകത്വമാണ് എന്ന് ആരിലാണോ നിരർത്ഥകമായി, അർത്ഥമില്ലാത്തതായി കൽപ്പിക്കുന്നത്, അവൻ മൂന്ന് ഗുണങ്ങളുടെയും അവസ്ഥകളുടെയും മൂന്ന് ലോകങ്ങളുടെയും നിയന്താവാണ്, കൂടസ്ഥനാണ്, ആത്മാവാണ്, സാക്ഷാത്തായ ഈശ്വരനാണ്, ഈശ്വരന്റെ കല കൊണ്ട് അവതരിച്ചവനാണ്. ഇത്രയും യോഗ്യത പൃഥു ചക്രവർത്തിക്ക് ഇവർ പാടിപ്പുകഴ്ത്തുകയാണ്. ഈ നാനാത്വം എന്ന് പറയുന്ന അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്. വേദാന്ത ഭാഷയിൽ ഒന്നിനെ പലതായിട്ട് തോന്നിക്കുന്നത് അജ്ഞാനം കൊണ്ടാണ്. വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ. അതിന് നമുക്ക് എന്ത് ചെയ്യും? പലതായിട്ട് തോന്നിക്കും. അലാതകം പോലെയാണ്, തീക്കൊള്ളി പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഉപനിഷത്തിന്റെ ഒരു പ്രകടനം തന്നെ അലാതക പ്രകടനം എന്നാണ് അതിന്റെ പേര്. അതിനെക്കുറിച്ച് സ്ഥിതി, നമ്മൾ സാമ്പ്രാണി കത്തിച്ച് കയ്യിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന്
ഒന്ന് ചലിപ്പിച്ചാൽ പല സാമ്പ്രാണി കത്തി നിൽക്കാൻ തോന്നും. സാമ്പ്രാണി ഒന്നേ ഉള്ളൂ, അതിങ്ങനെ ചലിച്ചപ്പം എന്താണ് ഒത്തിരി സാമ്പ്രാണികൾ നിൽക്കുന്നത് തോന്നി. ഇത് നാനാത്വമാണ്. ഇതൊരു ഭ്രമമാണ്, അജ്ഞാനം കൊണ്ടാണ്. വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ സാമ്പ്രാണി, പലതായിട്ട് എനിക്ക് എന്ത് ചെയ്യാണ് തോന്നിച്ചതാണ്. ഇത് അജ്ഞാനം കൊണ്ടാണ്. ഒന്നിനെ പലതായിട്ട് കാണുന്നത് അജ്ഞാനം കൊണ്ടാണ്. അപ്പം അജ്ഞാനം കൊണ്ട് ഒന്നായ വസ്തുവിന് പലതായിട്ട് കാണപ്പെടുന്നത് ഇദ്ദേഹത്തിൽ ഇല്ല. അയന്തു സാക്ഷാത് ഭഗവൻ സ്തധീശ കൂടസ്ഥ ആത്മാ കലയ അവതീർണ യസ്മിൻ അവിദ്യാരചിതം നിരർത്ഥകം, അവിദ്യാരചിതമായ അജ്ഞാനം കൊണ്ടുണ്ടാക്കിയ നിരർത്ഥകമായ വസ്തുക്കൾ പ്രതീതം കാണപ്പെട്ടാലും നാനാർത്ഥമപി പശ്യന്തി, നാനാർത്ഥമാണെങ്കിലും ഒന്നായിട്ട് മാത്രമേ കാണുകയുള്ളൂ ഈ രാജാവ്. അപ്പൊ രാജാവിന് മിഥ്യാജ്ഞാനം ഉണ്ടാവരുത്, തെറ്റായ അറിവുണ്ടാവരുത്, അജ്ഞാനം ഉണ്ടാവരുത്, ഒന്നിനെ പലതായിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടാവരുത്, ഒന്നിനെ ഒന്നായിട്ട് തന്നെ കാണാൻ കഴിയുന്നവനായിരിക്കണം. ഇത് രാജാവിന്റെ ഏറ്റവും വലിയ ആത്മഗുണങ്ങളിൽ ഒന്നാണ്. ഇതുവരെ പാടിപ്പുകഴ്ത്തിയാണ്. അതുകൊണ്ട് ഈ ഗുണമുള്ളത് കൊണ്ട് നാനാത്വം ഏകത്വമാണെന്ന് അറിയുന്നത് കൊണ്ട് കൂടസ്ഥനായ ആ ഭഗവാന്റെ കല കൊണ്ട് അവതരിച്ച ഒരാൾക്ക് ഇത് പറ്റുള്ളൂ. ആണ് 3 ലോകങ്ങൾക്കും അധീശനാണ്, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഈ പ്രഭു എന്നിവർ സ്ഥാപിക്കാൻ. അയന്ത് സാക്ഷാത് ഭഗവാൻ സ്ത്രീശാം കൂടസ്ഥ ആത്മാ കലയാവതീർണം യസ്മിന്ന വിദ്യാരചിതം നിരർത്ഥകം പശ്യന്തി നാനാർത്ഥമപി പ്രതീതം. അയന്തു അവിദ്യാരചിതം പ്രതീതം അപി നാനാർത്ഥം യസ്മിൻ നിരർത്ഥകം ത്രധീശഃ കൂടസ്ഥഃ ആത്മാ സാക്ഷാത് ഭഗവാൻ കലയ അവതീർണഃ. അയന്തു സാക്ഷാത് ഭഗവാൻ ത്രധീശം കൂടസ്ഥ ആത്മാ കലയാവതീർണം യസ്മിന്ന വിദ്യാരചിതം നിരർത്ഥകം പശ്യന്തി നാനാർത്ഥമപി പ്രതീതം. അയന്തു സാക്ഷാത് ഭഗവാൻ ത്രധീശം കൂടസ്ഥ ആത്മാ കലയാവതീർണം യസ്മിന്ന വിദ്യാരചിതം നിരർത്ഥകം പശ്യന്തി നാനാർത്ഥമപി പ്രതീതം. അയം ഭുവോ മണ്ഡലമോദയാദ്രേഃ ഗോപ്തൈകവീരോ നരദേവനാഥാം ആസ്ഥായ ചൈത്രം രഥമാത്തചാപാം പര്യഫ്യതേ ദക്ഷിണതോ യഥാർക്കഃ. അയം ഇവൻ ഈ രാജാവ് ഭുവോ മണ്ഡലം ഭൂമണ്ഡലത്തെ ഓദയാദ്രേഹി മണ്ഡലം ഓദയാദ്രേഹി കുറിച്ച് വരുമ്പോൾ മണ്ഡലമോദയാദ്രേഹി ഓദയാദ്രം എന്ന് വെച്ചാൽ ഉദയാദ്രി എന്നർത്ഥം. ഉദയാദ്രി ഉദയപർവ്വതത്തെ ഇവിടെ ഓ വരാൻ കാരണം മണ്ഡലം അധികം ഉദയം കൂടി ചേരുമ്പോൾ മണ്ഡലോദയം എന്ന് ആ അധികം ഊ കൂടി ചേർന്നിട്ട് ഓ എന്നാണ്. മണ്ഡല എന്നുള്ള തകാരം, ഉദയം എന്നുള്ള തോകാരം, ആയും ഊവും കൂടി ചേർന്ന് ഇത് വരും ഓ വരും. അങ്ങനെയാണ് അവിടെ ഓദയാദ്രി എന്ന് വരാൻ കാരണം. ഓദയാദ്രിന്ന് അദ്രി ഇല്ല, ഉദയാദ്രിയുള്ളൂ. വാക്ക് കൂടി ചേർന്നപ്പോ സന്ധി കൊണ്ട് ഓ വന്നു പോയതാണ്. അയം ഭൂവോ മണ്ഡലം ഉദയാദ്രേഹേ ഉദയപർവ്വതം വരെയുള്ള ഭൂമണ്ഡലത്തെ ഓദയാദ്രേഹേ ഭൂമണ്ഡലം ഗോപ്ത ഏകവീരോ ഗോപ്തൈകവീര ഗോപ്ത രക്ഷിതാവ് ഗോപ്ത രക്ഷിതാവ് രാജാക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു പേരാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ രാജാക്കന്മാർക്ക് ഗുപ്തൻ എന്ന് പേരുള്ളത്. ചന്ദ്രഗുപ്തൻ എന്നാണ്. ഗുപ്തൻ രക്ഷിക്കുന്നവൻ, ഗോപനം ചെയ്യുന്നവൻ, രക്ഷിക്കുന്നവൻ. അപ്പം ഗോപ്തൈകവീര ഏകമായി ശക്തി കൊണ്ട് രക്ഷിക്കുന്നവനാണ് നരദേവനാഥ. നരദേവന്മാർക്ക്
നാഥനാണ്, രാജാക്കന്മാർക്കൊക്കെ നാഥനാണ്. ആസ്ഥായ സ്ഥിതി ചെയ്തിട്ട് ജൈത്രം രഥം ആത്തചാപ, ജൈത്രം എന്ന തന്റെ രഥത്തിൽ കയറിയിട്ട് ആത്തചാപ വില്ലും കയ്യിലെടുത്തുകൊണ്ട് പര്യഫ്യതേ സഞ്ചരിക്കുന്നു. ദക്ഷിണതോ യഥാർക്ക, വലതുഭാഗത്തുകൂടി സൂര്യനെ പോലെ സഞ്ചരിച്ചു പോകുന്നവനാണ്. ദക്ഷിണത എന്ന് വെച്ചാൽ ദക്ഷിണഭാഗം എന്ന് പറഞ്ഞാൽ ഇടതാണ്. എന്താണ് ഇടതാണ്, പക്ഷെ നമ്മൾ വലത് വെക്കുന്നതിന് ദക്ഷിണഭാഗത്തൂടി വയ്ക്കുന്നത് കൊണ്ട് ആ പേര് വന്നതാണ്. അപ്പം ഇവൻ സാക്ഷാൽ ഭഗവാന്റെ അവതാരമാണ് എന്ന് സ്ഥാപിക്കാൻ പുറപ്പെട്ടിട്ടാണ് ഉദയാദ്രി വരെയുള്ള ഭൂമണ്ഡലത്തെ ഏകനായിട്ട് ശക്തിപൂർവം രക്ഷിക്കാൻ കെൽപ്പുള്ളവനാണ്. എല്ലാ രാജാക്കന്മാരുടെയും നാഥനാണ്. സാമന്ത രാജാക്കന്മാരെയൊക്കെ തന്റെ കീഴിലാക്കി വെച്ചിട്ട് താൻ ചക്രവർത്തിയായിട്ട് വാഴുന്നവനാവും. ജൈത്രമെന്ന തന്റെ രഥത്തിൽ കയറി വില്ലും കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ ചുറ്റി പ്രദക്ഷിണം വെക്കും. ആരെ പോലെ? സൂര്യനെ പോലെ. അയം ഭുവോ മണ്ഡലമോദയാദ്രേ ഗോപ്തൈകവീരോ നരദേവനാഥാം ആസ്ഥായ ജൈത്രം രഥമാത്തചാപര്യഫ്യതേ ദക്ഷിണതോ യഥാർക്കാം. ഏകവീരഃ നരദേവനാഥഃ അയം ആപ്തചാപഃ ജൈത്രം രഥം ആസ്ഥായ ഓദയാദ്രേഃ ഭുവഃ മണ്ഡലം ഗോപ്ത അർക്കഃ യഥാ ദക്ഷിണതഃ പര്യഫ്യതേ. അയം ഭുവോ മണ്ഡലമോദയാദ്രേ ഗോപ്തൈകവീരോ നരദേവനാഥാം ആസ്ഥായ ജൈത്രം രഥമാത്തചാപം പര്യഫ്യതേ ദക്ഷിണതോ യഥാർക്കാം. അയം ഭുവോ മണ്ഡലമോദയാദ്രേ ഗോപ്തൈകവീരോ നരദേവനാഥാം ആസ്ഥായ ജൈത്രം രഥമാത്തചാപം പര്യഫ്യതേ ദക്ഷിണതോ യഥാർക്കാം. അയം ഭുവോ മണ്ഡലമോദയാദ്രേ ഗോപ്തൈകവീരോ നരദേവനാഥാം ആസ്ഥായ ജൈത്രം രഥമാത്തചാപം പര്യഫ്യതേ ദക്ഷിണതോ യഥാർക്കം. യഥാർക്കഃ. നമ്മുടെ സമയം ഏതാണ്ടായിരിക്കാണ്. ഇനിയൊരു 7-8 ശ്ലോകം കൂടെ ഉണ്ട്. എന്തായാലും ഇന്ന് തീരില്ല. നമുക്കിവിടെ തൽക്കാലം ഉപസംഹരിക്കാം. എന്നിട്ട് അതിനുശേഷം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ നമുക്ക് സമയം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.